Welcome to TP's Talk, discussing the life matters. ആദ്യമേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ഹനീഫ്, സൗദി അറേബ്യയിലെ മുൻ CBSE ചാപ്റ്റർ കൺവീനറും റിയാദ് മോഡേൺ ഇൻ്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പലുമായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് കരിയർ ഗൈഡൻസ് രംഗത്ത് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി പ്രവർത്തന പാരമ്പര്യവും 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ അവരുടെ ഭാവി എന്താകണമെന്നും എന്തായിരിക്കണമെന്നും എന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും അവരുടെ ശോഭനമായ ഭാവിയിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുകയും ഏതാണ്ട് 3500-ലധികം കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ സ്ഥാപനങ്ങളിൽ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നടത്തുകയും ചെയ്ത വളരെ പ്രശസ്തനായ കേരളീയർക്ക്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഒരു മുഖവരയില്ലാതെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട കരിയർ ഗുരു MS ജലീൽ സാറിനെയും, ഗൾഫിലും നാട്ടിലും നിരവധി വിദ്യാഭ്യാസ സംരംഭങ്ങളും ബിസിനസ് സംരംഭങ്ങളും ആരംഭിക്കുകയും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ TP മുഹമ്മദ് സാറിനെയുമാണ് ഈ പരിപാടിയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. സാർ നമസ്കാരം. സാർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ജലീൽ സാർ, കരിയർ ഗുരു കഴിഞ്ഞ 20 വർഷമായിട്ട് കരിയർ ഗൈഡൻസ് രംഗത്ത് വളരെ പ്രശംസനീയമായ സേവനം നടത്തി വരികയാണ്. എന്താണ് കരിയർ ഗുരുവിൻ്റെ ഇന്നത്തെ സേവനങ്ങൾ? എന്താണ് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് കരിയർ ഗുരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? കരിയർ ഗൈഡൻസ് രംഗത്ത് ഏകദേശം 21 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നത്. കരിയർ ഗുരു സ്ഥാപിതമായിട്ട് 11 വർഷം. 2009 നവംബർ 1 കരിയർ ഗുരു രൂപീകരിച്ചത്. ഇപ്പോൾ 12ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒന്ന്, കുട്ടികളുടെ അവരുടെ കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഓപ്ഷൻസ്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവബോധമുണ്ടാക്കി അവരെ ഗൈഡ് ചെയ്യുക. രണ്ടാമത്തത്, അവരുടെ ഇന്ന പൊട്ടൻഷ്യൽസും സ്കിൽസും അഭിരുചികളും താല്പര്യങ്ങളും കണ്ടെത്തി ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച്, നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് പിയേഴ്സൺസിൻ്റെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കരിയർ ഡിസിഷൻ മേക്കിംഗ് ടെസ്റ്റുമാണ്. കരിയർ ഡിസിഷൻ മേക്കിംഗ് ടെസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ടെസ്റ്റാണ്. മറ്റൊന്നൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, അഭിരുചി ടെസ്റ്റാണ്, ഒരു പെർഫോമൻസ് ടെസ്റ്റ് എന്നൊക്കെ പറയും. ടെസ്റ്റുകൾ തന്നെ പലതരത്തിലുണ്ട്. കരിയർ ഗുരു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ടെസ്റ്റുകളാണ്. അതാണ് കുറച്ചുകൂടി റിലയബിളും ജെനുവിനുമായത്. അപ്പോൾ അത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് കണ്ടക്ട് ചെയ്ത് കുട്ടികളുടെ കൃത്യമായ അഭിരുചിയും അവരുടെ സ്കിൽസും ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കൃത്യമായ കരിയർ ചോയ്സസിലേക്ക് ലീഡ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ പണി. മൂന്നാമത്തേത്, പല കുട്ടികളും പല പാരൻസും ഈ കൃത്യമായ അവബോധമില്ലാത്തത് കൊണ്ടോ ധാരണകളില്ലാത്തത് കൊണ്ടോ ആശയക്കുഴപ്പത്തിലായിട്ടോ കരിയറിലേക്ക് എത്തുന്നതിൽ ലാഗ് ചെയ്യാറുണ്ട്. പലപ്പോഴും കൃത്യമായ ചോയ്സസിലേക്ക് എത്താറില്ല. ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിൽ കരിയർ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഏകദേശം ഒരു 72% പാരൻസിൻ്റെ കരിയർ ചോയ്സസിലേക്കാണ് പോകുന്നത് എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, കരിയർ ചൂസ് ചെയ്യുന്ന മെജോറിറ്റി സ്റ്റുഡൻസിലും നല്ലൊരു ശതമാനവും കുറേ അങ്ങ് കഴിയുമ്പോഴത്തേക്കും ഇത് തൻ്റെ ഫീൽഡല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് മാറിപ്പോകുന്നു. ഇത് വളരെ കൺഫ്യൂസ്ഡിങ് ആയ കുഴപ്പങ്ങളുണ്ടാക്കുന്ന, ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഒരു പ്രവണതയും പ്രശ്നവുമാണ്. ഈ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക. പല പാരൻസും സമയമില്ലാത്തവരാണ്, അവരവരുടെ ഫീൽഡുകളിൽ തിരക്കുള്ളവരാണ്. ഈവൻ അധ്യാപകർക്ക് പോലും അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തം മക്കളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. പിന്നെ ടെക്നോളജിയുടെ വളർച്ചയും ഇപ്പോഴത്തെ സാങ്കേതികവിദ്യകളുടെ പ്രശ്നങ്ങളും കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും കരിയർ ഗൈഡൻസിലും കരിയർ ചോയ്സസ് നിർണ്ണയിക്കുന്നതിലും വലിയൊരു പ്രശ്നമാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പാരൻസിന് പുറമേ ഒരു മൂന്നാം ഒരു വ്യക്തി എന്ന നിലക്ക്, പുറത്തുനിന്നുള്ള ഒരാളെന്ന നിലക്ക് ഒരു മെൻറ്റർ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഗുണകരമായിരിക്കും. അവരുടെ കരിയർ വളർച്ചയ്ക്ക് ഒരുപാട് ഫലപ്രദമായ മാറ്റങ്ങൾ വരുത്താനും ഇടപെടാനും കഴിയും എന്നതുകൊണ്ട് മെൻറ്റോറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കരിയർ ഗുരു ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് കരിയർ ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുകൂടി പാക്ഡ് ആക്കി, കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ചെയ്ത് മുന്നോട്ട് വെക്കുക. കരിയർ മെൻറ്ററിംഗ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വിദ്യാർത്ഥി ഒരു ഓൾ ത്രൂ ദി ഇയർ ഗൈഡൻസ്, പേഴ്സണൽ കൗൺസിലിംഗ്,
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ഇൻ്റർവെൻഷൻസ്, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ലേണിംഗ് പാറ്റേൺസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ കൃത്യമായ ഫോളോ അപ്പുകൾ, ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ്. കരിയർ ഗുരു വിശ്വസിക്കുന്നത്, അനുഭവങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നത്, കേവലം ഒരു 20 മിനിറ്റ് കൊണ്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തുള്ള കൗൺസിലിങ്ങിൽ കൂടെ മാത്രമല്ല കരിയർ നിർണ്ണയിക്കേണ്ടത്. കുട്ടിയുടെ ഇൻട്രാക്ഷൻസ്, കുട്ടിയുടെ സോഷ്യൽ ലിവിങ് പാറ്റേൺസ്, കുട്ടിയുടെ ബിഹേവിയറൽ പാറ്റേൺസ് ഇതെല്ലാം നിർണ്ണയിച്ചുകൊണ്ട് മറ്റുള്ളവരോടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻസിനെയും കൂടി കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക. സോഷ്യൽ കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റും ക്രിയേറ്റീവ് കോഷ്യൻറ്റും കൃത്യമായി നിർണ്ണയിച്ച് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് കൃത്യമായ ഒരു കരിയർ പ്ലാനിങ് നടത്തണം എന്നാണ്. ചോയ്സ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് പ്ലാൻ. അതിൻ്റെ ഭാഗമായിട്ട് കരിയർ ഗുരു ഇനി മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും വളരെ വ്യതിരിക്തമായതും വ്യത്യസ്തവുമായ ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും ഈ മൂന്നിനെയും ഒരുപോലെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഹോളിസ്റ്റിക് കോൺസെപ്റ്റിലേക്ക്, ഇത് മൂന്നിനെയും വെച്ചുകൊണ്ടുള്ളൊരു കംപ്ലീറ്റായ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണ് കരിയർ ഗുരു വിഭാവനം ചെയ്യുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു ടെസ്റ്റ് പുറത്തു വരും. അതോടുകൂടി കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വിദ്യാർത്ഥികളുടെ സാംസ്കാരികവും അവരുടെ രാഷ്ട്രീയവും അവിടുത്തെ ഒരു ലൊക്കാലിറ്റിയുടെയൊക്കെ പ്രത്യേകത വെച്ചുകൊണ്ട്, അവരുടെ അക്കാഡമിക് പ്രത്യേകതകൾ വെച്ചുകൊണ്ട് വളരെ എക്സ്ക്ലൂസീവും അതോടൊപ്പം വളരെ കസ്റ്റമൈസ്ഡുമായ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് കരിയർ ഗുരു വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ കൊൽക്കത്ത സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രിയും അതുപോലെ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ സൈക്കോമെട്രിക് ടൂൾസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഗവേഷണം നടത്തിയ ആളുകളുടെ ഒരു ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരു ഹോളിസ്റ്റിക് വളരെ കംപ്ലീറ്റ് ആയ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നു എന്നതാണ് ആദ്യത്തത്. രണ്ടാമത്തത് ഈ മെൻറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. മൂന്നാമത്തത് ജോബ് പോർട്ടൽ, കുട്ടികൾക്ക് കരിയർ ഗൈഡൻസും ഇൻഫർമേഷനും കൊടുക്കുക മാത്രമല്ല, അഭിരുചി കണ്ടെത്തി അവരെ കൃത്യമായി നിർവചിക്കുക മാത്രമല്ല, അതോടൊപ്പം ഒരു ജോബ് ഹണ്ടിങ് പാറ്റേണിൽ കൃത്യമായി അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുക എന്നതും, അതോടൊപ്പം ജോബിലേക്ക് വരുമ്പോൾ ആവശ്യമായ ലൈഫ് സ്കിൽസും അഡീഷണൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനുള്ള ഫിനിഷിംഗ് സ്കൂളും കരിയർ ഗുരുവിൻ്റെ വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള തുടക്കമാണ് സത്യത്തിൽ ഈ വർഷം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. കരിയർ ഗുരു നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ സാർ വിശദീകരിച്ചു. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സാറ് ഏതാണ്ട് ഒരു ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് സാറ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് കരിയർ ഗുരുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് വളരെ വിശാലമായ അർത്ഥത്തിൽ വലിയൊരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട്, അത് കരിയർ ഗുരുവിൻ്റെ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥി സമൂഹങ്ങൾക്ക് വളരെ കൃത്യമായ വളരെ പ്രൊഫഷണലായ ഒരുപാട് സർവീസുകൾ കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് കരിയർ ഗുരു ഘടനയിലും രീതിയിലും രൂപത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടി എന്ന നിലക്ക് ഈ ഒരു കരിയർ ഗുരുവിൻ്റെ ഉള്ളിലേക്ക് ഇന്ത്യക്ക് പുറത്തും ഒരു എഡ്യൂപ്രണർ എന്ന നിലക്ക് അറിയപ്പെടുന്ന ഡോക്ടർ ടി.പി. മുഹമ്മദ് കരിയർ ഗുരുവിലേക്ക് വന്നു എന്നതാണ് ആദ്യത്തെ ഒരു മാറ്റം. രണ്ടാമത്തേത് ഈ ഒരു നെറ്റ്വർക്ക് കരിയർ ഗുരുവിൻ്റെ റീച്ച്, സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികളെ നമ്മൾ എടുത്തു കഴിഞ്ഞ ഒരു 40 കോടിയോ അതല്ലെങ്കിൽ 20-30 കോടിയൊക്കെയാണ് വരുന്നതെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കരിയർ ഗൈഡൻസിൻ്റെ പ്രൊഫഷണൽ കരിയർ ഗൈഡൻസിൻ്റെ റീച്ച് വെറും 0.001% മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പ്രൊഫഷണൽ കരിയർ ഗൈഡൻസിൻ്റെ റീച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് കരിയർ ഗുരുവിൻ്റെ നെറ്റ്വർക്കുകളെ കേരളത്തിനകത്ത് ആദ്യവും അതിനുശേഷം കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയിലും മൊത്തത്തിലും വിദേശ രാജ്യങ്ങളിലും വ്യാപിപ്പിക്കുക എന്ന അർത്ഥത്തിൽ നെറ്റ്വർക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുക ഒന്ന്. രണ്ടാമത്തേത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കാലികമായി, ദേശപരമായി, പ്രാദേശികമായി അതുപോലെ സാംസ്കാരികമായ അതിൻ്റെ കുറേ നോംസുകൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്ത മോഡ്യൂളുകളായിട്ട് മാറ്റുക. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് റിസർച്ച് ആവശ്യമുണ്ട്. ഈ ഒരു റിസർച്ചിലേക്ക് കൂടി കരിയർ ഗുരുവിനെ എത്തിക്കുക. അതോടൊപ്പം കുട്ടികളെ വെറും കരിയർ ഗൈഡൻസ് മാത്രം കൊടുത്താൽ പോരാ,
ദെൻ അതോടൊപ്പം അവരുടെ ഒരു ജോബ് ഹണ്ടിങ് പാറ്റേണിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, ആഡ് ഓൺ കോഴ്സുകൾ കൂട്ടേണ്ടതുണ്ട്. ഇതൊക്കെ കൂടി മനസ്സിൽ കൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ ടെക്നിക്കൽ സൈഡിൽ, സയൻസിൽ, ടെക്നോളജിയിൽ, സൊസൈറ്റിയുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഈ മാറ്റം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആനുകാലികമായ കാലികമായ മാറ്റങ്ങൾ വരുത്തി കരിയർ ഗൈഡൻസിനെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2020 മുതൽ കരിയർ ഗുരു ഡോക്ടർ TP മുഹമ്മദിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം കൂടി ചെയർമാനായിട്ട് വന്നുകൊണ്ട് ഇതിനൊന്ന് കുറച്ചുകൂടി ഒന്ന് വലുതാക്കുക, വിശാലമാക്കുക, കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യുക, കുറച്ചുകൂടി ഡെലിവറബിൾസിനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആക്കുക എന്ന പ്ലാനൊക്കെ കരിയർ ഗുരുവിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ TP സാർ പരിപാടിയിലേക്ക് സ്വാഗതം. ഗൾഫിലും ഇന്ത്യയിലും ഒരുപാട് ബിസിനസ്സുകൾ നടത്തുന്ന ഒരു എജ്യൂപ്രനാണ് താങ്കളെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഈ കരിയർ ഗുരുവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്? ഗാന്ധിജിയുടെ പ്രത്യേകമായ ഒരു കോട്ടുണ്ട്. ഏത് ജോലിക്കും ഏത് പ്രൊഫഷനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഞാൻ അതിനെ കുറച്ചുകൂടി കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാം. ഏത് ജോലിക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, ഓക്കെ, എന്നതിന് പകരം ഏത് ജോലിക്കും പ്രത്യേകത ഉണ്ട് എന്നതിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ 15 വർഷമായി എഡ്യൂക്കേഷൻ ഫീൽഡ് കൂടി പ്രവർത്തിക്കുകയാണ്. മറ്റിതര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നത്. അവിടെ എനിക്ക് ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത്, ഒന്ന് സെൽഫായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം വളർന്നു വരുന്ന തലമുറക്ക് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിൽ അത് എഡ്യൂക്കേഷനിൽ കൂടിയാണ് സാധിക്കുക എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് എന്നെ അതിലേക്ക് നയിച്ചത്. കഴിഞ്ഞ 15 വർഷമായി സൗദിയിലും അതുപോലെ തന്നെ നാട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും അതിൻ്റെ പ്രവർത്തന മേഖലയിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിവിധ രാജ്യങ്ങളിലെ ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയടക്കം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പ്രശംസിക്കുമ്പോഴും ഞാൻ കണ്ട ഒരു ചെറിയൊരു കുറവ് എന്ന് പറയുന്നത്, ഇപ്പോഴും നേരത്തെ ജലീൽ സാർ സൂചിപ്പിച്ചതുപോലെ 30% കുട്ടികളാണ് ഇന്ത്യയുടെ ജനസംഖ്യയിൽ നിന്നും പഠന രംഗത്തേക്കുള്ളതെങ്കിൽ അതിൽ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോരാ. അപ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിന് ശരിക്കും ഒരു തടസ്സമാണ്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായും കുട്ടികളെ ഗൈഡൻസ് ചെയ്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എനിക്കറിയുന്ന ഒരു പ്രസ്ഥാനമാണ് കരിയർ ഗുരു. പ്രത്യേകിച്ചിട്ട് കരിയർ ഗുരു MS ജലീലും എൻ്റെ ഗൾഫിലുള്ള സ്ഥാപനത്തിലും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നെറ്റ്വർക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ പഠന രീതിയും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് അതിനെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിലും കുറച്ചും മാറ്റങ്ങൾ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് തോന്നിയപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതിനെ വിപുലീകരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഈ കരിയർ ഗുരുവിലേക്കുള്ള എൻട്രിയുടെ ഒരു ഉദ്ദേശം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ നിലവിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടൂളായാലും മറ്റുള്ള ടൂളുകളായാലും കാലഹരണപ്പെടുന്നതിന് മുമ്പേ ഒരു മുഴം മുന്നേ എന്നതുപോലെ അതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കിക്കണ്ടുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കുകയും അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം വരുത്താൻ കരിയർ ഗുരുവിലെ എനിക്കും സാധിക്കും എന്ന ഒരു ആഗ്രഹം തന്നെയാണ് എന്നെയും ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനി മുതൽ കരിയർ ഗുരു പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും നിങ്ങളുടെയും ഡോക്ടർ TP സാറിൻ്റെയും ഒരുമിച്ചുള്ള നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാവിധ ആശംസകളും നേരുകയാണ്. സർ, ഈ കരിയർ ഗുരു കഴിഞ്ഞ 20 വർഷത്തെ സുദൃഢമായ സേവനം സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയൊരു കൈത്താങ്ങാകുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ 20 വർഷത്തിനുള്ളിൽ സാറിൻ്റെ നിർദ്ദേശത്തിലൂടെ, സാറിൻ്റെ ഒരു അഡ്വൈസിലൂടെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരുടെ എത്രത്തോളം കുട്ടികൾ അവരുടെ ശരിയായ കരിയറിൽ എത്തിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്? എന്താണ് സാറിൻ്റെ ഈ 20 വർഷത്തെ സർവീസ് ഒരുമിച്ച് നോക്കുമ്പോൾ സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്തായിരിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യം അത്. എപ്പോഴും ഓരോ പ്രസ്ഥാനവും ഓരോ സംഘടനയും ഓരോ ഓർഗനൈസേഷനും സംരംഭങ്ങളും
എപ്പോഴും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു 20-21 വർഷത്തെ കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായി ഒരു സോഷ്യൽ വർക്ക് എന്ന ലെവലിലായിരുന്നു ആദ്യത്തെ കുറേ ഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഒരു ഫീഡ്ബാക്ക് എടുക്കാനോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് കണക്കാക്കാനോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മളുടെ അനുഭവങ്ങൾ പുറത്തേക്കൊക്കെ പോയി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സംവദിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന്. പലപ്പോഴും പാരൻസ് വന്നു പറയും, സാറ് എൻ്റെ ഏട്ടൻ്റെ മകനെ ഗൈഡ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ കുട്ടിയെ ഗൈഡ് ചെയ്തു, അവരിപ്പോൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന ഫീൽഡിലാണ്, ഇന്ന കരിയറിലാണ്. അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിളിച്ച് പറഞ്ഞിട്ട് അനിയനോ അനിയത്തിയോ ഒക്കെ വരും, എന്നിട്ട് ഏട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്, ഏട്ടൻ പറഞ്ഞു സാറിനെ തന്നെ കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഫീഡ്ബാക്ക് മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരു ഏകദേശം ഒരു 60-70% കുട്ടികളെങ്കിലും ഈ ഗൈഡൻസിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയവർ കൃത്യമായ കരിയറുകളിൽ എത്തിയിട്ടുണ്ട്. പലപ്പോഴും സംഭവിക്കുക, ഇവിടെ വന്ന് കരിയർ ഗൈഡൻസ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകൾ വേറെ എന്തെങ്കിലും കേട്ടിട്ടോ മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ഇടപെടലുകളുടെയോ ഭാഗമായി കരിയറിനെ കുറിച്ച് ചിലപ്പോൾ റീതിങ്ക് ചെയ്തിട്ടുണ്ടാവാം. ഒന്ന്, ഇനി നമ്മൾ പറയുന്ന ഒരു ലൈനിലൂടെ പോകാത്തത് കൊണ്ട് അക്കാഡമിക്സിൽ ചിലപ്പോൾ കുഴപ്പങ്ങൾ പറ്റിയിട്ടും കരിയറിനെ കുറിച്ച് റീതിങ്ക് ചെയ്യുകയോ റീഡിസൈൻ ചെയ്യുകയോ റീസ്ട്രക്ചർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു അടിസ്ഥാനത്തിൽ പലപ്പോഴും പല കുട്ടികളും മാറി ചിന്തിക്കുകയോ മാറിപ്പോവുകയോ ചെയ്യുന്നുണ്ട്. ഇതുകൂടി ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, കുറച്ചുകൂടി കറക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കരിയർ ഗുരു ഇനിയുള്ള വർഷങ്ങളിൽ കുറച്ചുകൂടി കൃത്യമായ ഫീഡ്ബാക്കുകളും ഫോളോ അപ്പുകളും എന്ന് വെച്ചാൽ വെറുതെ ഒരു കരിയർ ഗൈഡൻസ് നൽകി വിടുക എന്നതിനപ്പുറത്തേക്ക് ഓരോ വിദ്യാർത്ഥിയെയും, ഇവിടെ വന്നു പോകുന്ന ഓരോ വിദ്യാർത്ഥിയെയും കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അവരുടെ കൃത്യമായ കരിയർ ലൈനിലേക്ക്, കരിയർ ഓർബിറ്റിലേക്ക് അവരെ ബോധപൂർവമോ അല്ലാതെയോ എത്തിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങളെക്കുറിച്ച് കൂടി കരിയർ ഗുരു ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ടി പി മുഹമ്മദ് സാറിൻ്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ കരിയർ ഗുരു നോക്കിക്കാണുന്നത്. കാരണം ഒരു കുറേ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവുക എന്നതപ്പുറത്തേക്ക് സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കൂടി ഒരു സംരംഭകനും വ്യാവസായിക്കും കഴിയണമെന്ന വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒന്നത്. രണ്ടാമത്തത് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകണം. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനാണ് അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സും കരിയർ ഗുരുവിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും ഈ കൂട്ടത്തിൽ ടി പി എ പോലെ തന്നെ പിൻ പോയിൻ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം കുറേ നാളത്തെ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. കരിയർ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതീക്ഷിക്കുന്ന ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യക്ക് പുറത്ത് നമുക്ക് വളരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ നാഴികക്കല്ലുകളെ ഉണ്ടാക്കിയെടുക്കാനും ലോകത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, ശാസ്ത്ര, ഗവേഷണ മേഖലകളിൽ കൃത്യമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന മാൻ പവറുകളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കരിയർ ഗുരു ഇനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഇത്ര % വിജയിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയും, കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം ഒരു 60-70% ആണ് ഈ ഒരു വിജയ ശതമാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബാക്കി 30% നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ടോ അന്വേഷിക്കാത്തത് കൊണ്ടോ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കും. അത് മാറാനാണ് ഇനി പോകുന്നത്. ടി പി സാർ, കഴിഞ്ഞ ജലീൽ സാറിൻ്റെ ആ വിശദീകരണത്തിൽ ഒരുപാട് വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് സാറ് ടി പി സാറിനെ കൂടി ഈ സംരംഭത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. ഈ സംരംഭത്തിന് എങ്ങനെയാണ് സാറിന് മുതൽക്കൂട്ടാകാൻ കഴിയുക എന്നാണ് സാർ വിശ്വസിക്കുന്നത്? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇനിയുള്ള എൻ്റെ ജീവിതം മാറ്റിവെക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കരിയർ ഗുരുവിന് നിലവിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് കോഴിക്കോടാണ്. കൊച്ചിയിലും കോട്ടയത്തും ഓരോ ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അസോസിയേറ്റ് ഓഫീസ് ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒന്നിലധികമോ സ്ഥാപനങ്ങളുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായ സ്ഥാപനം വെച്ചുകൊണ്ടോ നമ്മൾ ഇതിൻ്റെ ഓഫീസ് തുറക്കുക, അവിടെ കൗൺസിലർ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവിടെ അവൈലബിൾ ആക്കുക എന്നതാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്പുറം നമ്മൾ GCC കൺട്രികളിലെല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഓഫീസുകൾ തുറന്നുകൊണ്ട് മാക്സിമം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആദ്യം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ഭാഷകളിൽ ഇതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് നമ്മളതിനെ ഒന്ന് വിപുലമാക്കുകയും
എല്ലാ കുട്ടികളിലേക്കും ഇതെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടൂള് അതിൻ്റെ ഒരു പ്രാരംഭ പരിപാടികൾ കടന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് മൊത്തത്തിൽ ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് ഒരു വിശാലമായൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ സ്വാഭാവികമായും ഒരു വെബ്സൈറ്റിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവർക്കും അവരുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഒരു വർഷം കൊണ്ട് 2021 അവസാനത്തോടു കൂടി ഈ പുതിയ ടെസ്റ്റ് ടൂൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയപ്പെടുന്ന ഓട്ടോമേറ്റഡ് പോർട്ടലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വിപുലീകരണമാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതിനെ ഒരു കുറച്ച് കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കണമെന്ന് കരിയർ ഗുരു മാത്രം ആഗ്രഹിച്ചാൽ നടക്കുന്ന സംഭവമല്ല. മറിച്ച് ഇതിൻ്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യണം. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറേ ഓഫീസ് ബ്രാഞ്ചസ് തുടങ്ങിയതുകൊണ്ടും ഇതിൻ്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇന്ന് നിലവിൽ പ്രൊഫഷണലായിട്ട് കൗൺസിലിംഗ് നടത്തുന്ന ഒരുപാട് ആളുകൾ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെയും കൂടി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ ഒന്നുകൂടി പ്രൊഫഷണലായി ഇതിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്കും ഒരു ഇൻകം ജനറേഷനോടൊപ്പം തന്നെ ഈ സാമൂഹിക പരിവർത്തനത്തിൽ ഭാഗമാക്കാനും നമ്മളതിൻ്റെ ഭാഗമായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നത് ഒരു ബിസിനസ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഒരു സോഷ്യൽ റിഫോംസ് എന്ന് തന്നെ പറയാം, എഡ്യൂക്കേഷൻ റിഫോംസ് എന്ന് പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളിതിനെ കൊണ്ടുപോവുക എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കരിയർ ഗുരു ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി കരിയർ ഗുരു ഇൻ്റർനാഷണൽ എന്നുള്ള രീതിയിലേക്ക് വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.